ഹേ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമയം വന്നിട്ട് 1:10 ഞാൻ രാവിലെ കാപ്പി കുടിക്കാൻ വിട്ടുപോയി. സംഭവം കുറച്ച് ജോലിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ തിരക്കിലായപ്പോഴുണ്ട് കാപ്പി കുടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഉച്ചയ്ക്ക് എന്നും ചോറാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നൊരാഗ്രഹം തോന്നി, ഇന്ന് ഉച്ചയ്ക്ക് ഒരു ബിരിയാണി കഴിച്ചാലോ എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം ആ ഒരു ആഗ്രഹം തീർക്കാനാണ് ഞാൻ പോകുന്നത്. ഒരിക്കലും ഇതൊരു റിവ്യൂ അല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു അറിയില്ല. അപ്പോൾ നല്ലൊരു ബിരിയാണി കിട്ടുന്ന കടയിൽ പോയിട്ട് ആ ബിരിയാണി കഴിച്ചിട്ട് അത് നല്ലതാണെങ്കിൽ മാത്രമേ ഈ വീഡിയോ നിങ്ങൾ കാണുള്ളൂ. നല്ല ബിരിയാണി ആണെങ്കിൽ മാത്രമേ ഞാൻ എല്ലാവരെയും കാണിച്ചിട്ട് ഈ വീഡിയോ ഇടുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ആ ബിരിയാണി നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നമുക്ക് ഈ കവുംപൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ അമ്മ വരുമ്പോൾ എന്നെ വലിച്ചേറി കൂട്ടി. അപ്പോൾ ഞാൻ ഈ കവുംപൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ. ഓക്കെ ബൈ. ഞാൻ കഥവെല്ലാം പൂട്ടി വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ബിരിയാണി കഴിക്കാൻ ഞാൻ നോക്കിയിട്ട് വെഞ്ഞാറമൂടും പോവാം, കല്ലറയും പോവാം. അതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററിലാണ് എൻ്റെ വീട് ഇതാണ് കേട്ടോ. എല്ലാവരും ചോദിക്കുന്നുണ്ട് വീട് എവിടെയാണ്. വീടിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞാൻ വേറൊരു ദിവസം വീട്ടിൻ്റെ വീഡിയോ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് വരും, നോക്കിയിരുന്നു. വെഞ്ഞാറോട് ഓപ്ഷൻ ക്യാൻസൽ, കല്ലറോട് തന്നെ പോവാം. വേറെ ദിവസം വെഞ്ഞാറോട്ട് പോയിട്ട് അവിടുത്തെ ബിരിയാണി അധികം കഴിക്കുന്ന വീഡിയോ നമുക്ക് അപ്പോൾ കാണാം കേട്ടോ. അപ്പം ഞാൻ എന്താ വണ്ടി എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. കട്ട വെയിലാണ് കേട്ടോ. ഞാൻ ഓടിച്ചൊരു 1 കിലോമീറ്റർ വീട്ടിൽ നിന്ന് കഴിഞ്ഞതേ ഉള്ളൂ, പക്ഷെ നല്ല വെയിലാണ് കേട്ടോ. കണ്ടേ, ഈ സ്ഥലമൊക്കെ അടിപൊളിയാക്കി കേട്ടോ. ഉണ്ട്, നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇതൊക്കെ. നല്ല കട്ട വെയിലാണ്, ഹെൽമെറ്റ് വെച്ചിട്ട് നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അപ്പുറം പോയിട്ട് കാണാം. ഓക്കെ, ഞാനങ്ങനെ കട്ട വെയിലെ കൊണ്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ അവിടെ എത്തി. ഇതാണ് നമ്മുടെ സ്വന്തം മിത്രമല. ഇത് മിത്രമലയുടെ സ്വന്തം അഹങ്കാരമായ വഴിയമ്പലം. ഞങ്ങളൊക്കെ പഠിക്കുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിവിടെ ഉണ്ട്. ഈ മതിലിനകത്തിരിക്കുന്ന ബോയ്സ് സ്കൂളിലാണ് ഞാൻ പഠിച്ചതല്ല, ജീവിച്ചു എന്ന് വേണം പറയാൻ. പഴയതുപോലെയൊന്നും അല്ല, ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് പുതിയ കടകളൊക്കെ വന്നിട്ടുണ്ട്. നട്ട് ഉച്ച സമയമായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആരും ഇല്ലാതെ വിജനമായിട്ട് കിടക്കുന്നത്. ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ സ്കൂൾ വിട്ട് പിള്ളേരൊക്കെ വന്ന് ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടാവും. ബോയ്സ് വിട്ട് കഴിഞ്ഞാലും സ്കൂളിലുള്ള പിള്ളേരാരും സമയത്തൊന്നും വീട്ടിൽ പോകാറില്ല. എല്ലാവരും കൂടി ഈ വഴിയമ്പലത്തിൽ വന്നിരുന്ന് ഗേൾസ് സ്കൂളിലേക്ക് വായി നോക്കിയിരിക്കും. ഞാനുൾപ്പെടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അങ്ങനെയായിരുന്നു. സ്കൂളും കൂടി കണ്ടിട്ട് നമുക്ക് ബിരിയാണി കഴിക്കാൻ പോവാം. ഇപ്പോൾ ഇന്റർവെല്ലാണെന്ന് തോന്നുന്നു. പിള്ളേരെല്ലാം പുറത്തുണ്ട്, എല്ലാവരും ബിസിയാണ്, എല്ലാവരും ഓടിച്ചാടി നടക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ പഴയ കാലങ്ങൾ ഓർമ്മ വരും. ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴേക്കും ഇതുപോലെ ഞങ്ങളും മതിലിന്റെ സൈഡിൽ വന്ന് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന കാലമായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ കുറച്ച് പേരുമായിട്ട് മാത്രമേ കമ്പനിയുള്ളൂ. പലരും അവരവരുടെ തിരക്ക് കാരണം പല വഴികളിലായി. സ്കൂളിൽ പഠിച്ചതിനൊക്കെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്ക് ബിരിയാണി കഴിക്കാൻ പോകാം. അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ ഓടിച്ചത് ആ കല്ലറ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കല്ലറയിൽ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ചില കടകളിൽ നിന്നൊക്കെ ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. നമുക്കിന്നൊരു വെറൈറ്റി പിടിക്കാം. കല്ലറ ഒന്ന് കുറേ കറങ്ങിയിട്ടാ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് കട അന്വേഷിച്ച്. എന്നും കഴിക്കുന്ന കടകൾ മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ ഇവിടെ ഒരു കടയുണ്ട്, പാലമുക്കിൽ ഒരു കടയുണ്ട് കേട്ടോ. അത് മറ്റേ കിലോ ബിരിയാണി കിട്ടുന്ന കടയാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യം പറയാം. ഓക്കെ, ഞാനിങ്ങനെ ബിരിയാണി കഴിക്കാൻ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തെ ഒരു കട ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അതെ, ഉണ്ണീസ് അച്ചാർ കട. ഇവിടെ കുറേ അച്ചാറുണ്ട് കേട്ടോ. ഇതിൻ്റെ മാത്രം വീഡിയോ നമ്മൾ ഒരു ദിവസം ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഒരു ദിവസം വരാം. ഇവിടുന്ന് ഇങ്ങോട്ട് മാറണേ, അപ്പുറത്തോട്ട് മാറണുണ്ടോ? അല്ല, ഞാൻ ഇതിന്റെ വീഡിയോ എടുക്കാനായിട്ട് വേറെ ദിവസം വരാം. ഇതിന്റെ വീഡിയോ ആയിട്ട് മാത്രം എടുക്കാം. ഞാൻ ഇപ്പം അപ്പുറത്ത് മറ്റേ ബിരിയാണി കടയില്ലേ, അങ്ങോട്ട് പോയി ഒരു ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വരാം. ഓക്കെ, അപ്പൊ അമ്മ അപ്പോഴും കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അച്ചാർ കടയുടെ വീഡിയോ വേറെ ദിവസം വന്ന് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഉള്ളത് പാലമുക്കിലാണ് കേട്ടോ. നമ്മുടെ കാരേറ്റിൽ നിന്ന് കല്ലറോട്ട് വരുമ്പോഴേക്കും കുറ്റിമൂട് കഴിഞ്ഞിട്ടുള്ള ജംഗ്ഷനാണ് ഈ പാലമുക്ക്. ഈ കാണുന്ന കടയാണ് ബിരിയാണി കട. അപ്പോൾ ഞാനിന്ന് ആഹാരം കഴിക്കാൻ പോകുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ ബിരിയാണി മാത്രമല്ല കിട്ടുന്നത്, ഊണുണ്ട്, പൊറോട്ട ഉണ്ട്, അങ്ങനെയുള്ള പലതും ഉണ്ട്. നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. എന്തായാലും ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ തന്നെ 2 മണിയെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബിരിയാണി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ബിരിയാണി കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അഭിപ്രായം താഴെ കമന്റ് ചെയ്തേക്കണേ. എനിക്ക് നല്ല രീതിയിൽ വയറ് വിശക്കുന്നുണ്ട്. 1 കിലോ ബിരിയാണി പറയണമെന്നുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് 1 കിലോ ബിരിയാണി എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അത് പിന്നെ വെറുതെ ആയിപ്പോകും. അതുകൊണ്ട് ഞാൻ എനിക്ക് മാത്രം കഴിക്കാനായിട്ട് 1 പ്ലേറ്റ് ബിരിയാണിയാണ് പറഞ്ഞത്. നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ടേ. കൂടെ ഒരു പ്ലേറ്റിൽ സാലാഡും അച്ചാറും സൈഡിൽ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ആദ്യമായി എന്റെ കയ്യിലോട്ട് കിട്ടിയത് ബിരിയാണിയുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു മുട്ടയാണ്. മുട്ട ഞാൻ സൈഡിലോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സൈഡിൽ ഒരു പപ്പടവും കൂടി ഉണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ. ഞാൻ കുറേശ്ശെ കഴിച്ചു തുടങ്ങി. സത്യം പറയാലോ, അത്യാവശ്യം നല്ല കിടിലം ബിരിയാണി, നല്ല പുട്ട് പോലെ വെന്ത ചിക്കൻ ബിരിയാണി ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ചു തീർത്തു. മണ്ടത്തരമാണ് പറ്റിയത്. 1 കിലോ ബിരിയാണി പറഞ്ഞാൽ മതിയായിരുന്നു. എനിക്ക് അങ്ങോട്ട് കഴിച്ച് മതിയായില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കിലോ ബിരിയാണി ഒറ്റയ്ക്ക് കഴിച്ച് തീർക്കാൻ പാടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് പറയാത്തത്. ഇത് പറഞ്ഞെങ്കിലും ഇതിൽ നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവഴിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. ഞാൻ 1 കിലോ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിച്ച് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരാൾക്കുള്ള ബിരിയാണിയാണ് വാങ്ങിയത്. അതിന് 120 രൂപയാണ്. അതിനൊരു മുട്ട കാണും, ചിക്കൻ്റെ ഫ്രൈ പീസ് കാണത്തില്ല. പക്ഷേ നമ്മൾ 150 രൂപ കൊടുത്ത് 1 കിലോ ബിരിയാണി വാങ്ങി കഴിഞ്ഞാൽ അതിനകത്ത് 2 പീസ് ഫ്രൈ കാണും, പിന്നെ ഈ മുട്ട കാണും, പിന്നെ ഇതിലുള്ള ചിക്കൻ കാണും, പിന്നെ കുറച്ച് സലാഡ്, അങ്ങനെയുള്ള മറ്റ് ചപ്പ് ചോറ് സാധനങ്ങൾ. എന്തായാലും ബിരിയാണിയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ വെറുതെ പറയണതല്ല, നിങ്ങൾ കയറി കഴിക്കണം. അടിപൊളി ബിരിയാണിയാണ്. എനിക്ക് കഴിച്ച് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യില്ലായിരുന്നു. നിങ്ങൾ പോയി കഴിച്ചിട്ട് അഭിപ്രായം താഴെ കമന്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് ഈ ബിരിയാണി കഴിക്കാൻ പോയ വീഡിയോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.